നമസ്കാരം. ബംഗാൾ രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച സന്ദേശ് ഖലിയിലെ ഭരണകൂട ഭീകരതയ്ക്കും പീഡനങ്ങൾക്കുമെതിരെ പോരാടി ജയിച്ച രേഖാ പത്ര ഇന്ന് വെറുമൊരു പേര് മാത്രമല്ല, അടിച്ചമർത്തപ്പെട്ട ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വിപ്ലവം കൂടിയാണ്. തൃണമൂൽ ഗുണ്ടകളുടെ കിരാതവാഴ്ചയ്ക്ക് കീഴിൽ ശ്വാസം മുട്ടിയ ഒരു ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയതിന് ക്രൂരമായ പീഡനം നേരിടേണ്ടി വന്ന ആ പെൺകുരുത്തിന്ന് ബംഗാൾ നിയമസഭയുടെ പടവുകൾ ചവിട്ടുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ തളരാതെ ജനങ്ങൾക്കിടയിൽ നിന്ന് പോരാടിയ രേഖാപത്ര 5000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമ്പോൾ അത് മമതാ ബാനർജിയുടെ ഗുണ്ടാരാജിനുള്ള അന്ത്യശാസനമാണ്. ഇരയാക്കപ്പെട്ടവൾ എന്നും ഇരയായി തന്നെ ഇരിക്കണമെന്ന തൃണമൂൽ സിദ്ധാന്തത്തെ കടപുഴുക്കി എറിഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി എന്ന ഭരണാധികാരി നൽകിയ ആത്മവിശ്വാസത്തിൽ രേഖാപത്ര ഇന്ന് ഒരു നിയമസഭാംഗമായി തലയുയർത്തി നിൽക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ അതിജീവനത്തിന്റെ കഥയാണിത്. സന്ദേശ് ഖലിയിലെ ആ ഇരുട്ടറയിൽ നിന്ന് പുറത്തു വന്ന ഏക ശബ്ദത്തെ തേടി പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച ആ നിമിഷം മുതൽ ബംഗാളിന്റെ രാഷ്ട്രീയ ചരിത്രം മാറുകയായിരുന്നു. സന്ദേശ് ഖലിയിലെ തൃണമൂൽ ഗുണ്ടകൾ നടത്തിയ പൈശാചികമായ കൂട്ട ബലാത്സംഗങ്ങൾക്കും ആക്രമണങ്ങൾക്കുമെതിരെ ഓരോ വീട്ടിലും ചെന്ന് നീതിയുടെ സന്ദേശം എത്തിച്ച രേഖയുടെ ഈ വിജയം ബംഗാളിലെ വരാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ കൃത്യമായ സൂചനയാണ്. അധികാരം കൊണ്ട് ആരെയും അടിച്ചമർത്താനാവില്ല എന്നും ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികളെന്നും തെളിയിച്ചുകൊണ്ട് രേഖാപത്ര തന്റെ രാഷ്ട്രീയ പ്രയാണം തുടരുകയാണ്. ബംഗാളിലെ സന്ദേശ് ഖലി എന്ന പേര് ഇന്ന് ലോകമറിയുന്നത് അവിടുത്തെ തൃണമൂൽ ഗുണ്ടകൾ നടത്തിയ പൈശാചികമായ കൂട്ട ബലാത്സംഗങ്ങളുടെയും ആക്രമണങ്ങളുടെയും പേരിലാണ്. ഷാജഹാൻ ഷെയ്ഖിനെ പോലെയുള്ള ഗുണ്ടാ നേതാക്കളുടെ കാൽ കീഴിലായിരുന്നു ആ ഗ്രാമം. സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും അവിടെ ഓരോ ദിവസവും ചോദ്യം ചെയ്യപ്പെട്ടു. പോലീസും ഭരണകൂടവും കണ്ണടച്ചപ്പോൾ ആ ഇരുട്ടറയിൽ നിന്ന് പുറത്തു വന്ന ഏക ശബ്ദം രേഖാപത്രയുടേതായിരുന്നു. ലോകം മുഴുവൻ ലോക്സഭാ ഇലക്ഷന്റെ ചൂടിലായിരുന്ന സമയം. സന്ദേശ് ഖലിയിലെ പീഡനത്തിന് ഇരയായ പെൺകുട്ടിയെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഫോണിൽ വിളിച്ചു പറയുന്നു. താങ്കളാണ് ബസീർഹട്ട് ലോക്സഭാ മണ്ഡലത്തിലെ BJPയുടെ സ്ഥാനാർത്ഥി. ഒരു ഇരയെ വെറും സഹതാപത്തോടെ നോക്കി നിൽക്കുന്നതിന് പകരം അവളെ അധികാരത്തിന്റെ കസേരയിലിരുത്തി വേട്ടക്കാരെ നേരിടാൻ പ്രാപ്തിയാക്കുക എന്നതായിരുന്നു മോദിയുടെ ആ മാസ്റ്റർ പ്ലാൻ. നരേന്ദ്രമോദി നേരിട്ട് രേഖയെ വിളിച്ച് ധൈര്യം പകർന്ന ആ നിമിഷം ബംഗാൾ രാഷ്ട്രീയത്തിലെ പുതിയ ഉദയമായിരുന്നു. ആദ്യത്തെ ലോക്സഭാ പോരാട്ടത്തിൽ രേഖാപത്ര പരാജയപ്പെട്ടു. എന്നാൽ ആ തോൽവി അവളെ തളർത്തിയില്ല. പകരം അവൾക്ക് കരുത്ത് പകരുകയായിരുന്നു BJP നേതൃത്വം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാൻ പാർട്ടി അവൾക്ക് നിർദ്ദേശം നൽകി. സന്ദേശ് ഖലിയിലെ ഓരോ വീട്ടിലും ഓരോ ഇടവഴിയിലും അവൾ നീതിയുടെ സന്ദേശവുമായി ചെന്നു. തന്നെ പീഡിപ്പിച്ചവർക്കും പരിഹസിച്ചവർക്കും മുന്നിലൂടെ അവൾ തലയുയർത്തി നടന്നു. ഒടുവിൽ ജനവിധി വന്നപ്പോൾ സന്ദേശ് ഖലിയിലെ ആ പെൺകരുത്ത് വിജയിച്ചു കയറി. 5000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രേഖാപത്ര നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് കേവലം ഒരു MLA സ്ഥാനമല്ല, സന്ദേശ് ഖലിയിലെ ഓരോ ഇരയ്ക്കും ലഭിച്ച നീതിയാണ്. നിയമസഭയിൽ ഇനി രേഖാപത്ര സംസാരിക്കുമ്പോൾ അത് ബംഗാളിലെ ഓരോ സാധാരണക്കാരൻ്റെയും ശബ്ദമായിരിക്കും. ബംഗാളിലെ മണ്ണിൽ തൃണമൂൽ ഗുണ്ടകൾ വിതച്ച ഭീതിയുടെ വിത്തുകൾ ഇന്ന് അവർക്കു തന്നെ വിനയായി മാറിയിരിക്കുകയാണ്. സന്ദേശ് ഖലിയിലെ പെൺമക്കളുടെ ആത്മാഭിമാനത്തെ പണയപ്പെടുത്തിയ ഷാജഹാൻ ഷെയ്ഖുമാരും അവർക്ക് കുടപിടിച്ച ഭരണകൂടവും ഓർക്കാതിരുന്ന ഒരു കാര്യമുണ്ട്: അടിച്ചമർത്തപ്പെട്ടവന്റെ രോഷം ഒരിക്കൽ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുമെന്നത്. ഇര എന്ന ലേബലിൽ ഒതുങ്ങിക്കൂടാൻ രേഖാപത്ര തയ്യാറായില്ല എന്നത് തന്നെയാണ് ഈ പോരാട്ടത്തിലെ ഏറ്റവും വലിയ വിജയം. തൻ്റെ അന്തസ്സിനെ ചോദ്യം ചെയ്തവർക്ക് മുന്നിലൂടെ അധികാരത്തിൻ്റെ പടവുകൾ ചവിട്ടി നിയമസഭയിലേക്ക് അവൾ നടന്നു കയറുമ്പോൾ അത് ബംഗാളിലെ ഓരോ സാധാരണക്കാരൻ്റെയും വിജയമാണ്. ആ ചങ്കൂറ്റത്തിന് മുന്നിൽ തൃണമൂലിൻ്റെ ഗുണ്ടാരാജ് അസ്തമിക്കുകയാണെന്ന് ഈ 5000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം അടിവരയിടുന്നു. തോൽവിയിൽ തളരാതെ വീണ്ടും പോരാടാൻ രേഖയ്ക്ക് നിർദ്ദേശം നൽകിയ BJP നേതൃത്വത്തിൻ്റെ നിലപാടിന്ന് ബംഗാൾ രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറ്റിമറിച്ചിരിക്കുന്നു. സന്ദേശ് ഖലിയിലെ ഓരോ അമ്മമാരുടെയും കണ്ണീരിന് നിയമസഭയിൽ ഇനി രേഖയിലൂടെ മറുപടി ഉണ്ടാകാം. ഇരയെന്ന ലേബലിൽ ഒതുങ്ങിക്കൂടാൻ രേഖാപത്ര തയ്യാറായില്ല എന്നത് തന്നെയാണ് ഈ പോരാട്ടത്തിലെ ഏറ്റവും വലിയ വിജയം. തൻ്റെ അന്തസ്സിനെ ചോദ്യം ചെയ്തവർക്ക് മുന്നിലൂടെ അധികാരത്തിൻ്റെ പടവുകൾ ചവിട്ടി നിയമസഭയിലേക്ക് അവൾ നടന്നു കയറുമ്പോൾ അത് ബംഗാളിലെ ഓരോ സാധാരണക്കാരൻ്റെയും വിജയമാണ്. ബംഗാളിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെട്ട നിമിഷമാണിത്. സന്ദേശ് ഖലിയിലെ തൃണമൂൽ ഗുണ്ടകളുടെ കിരാതവാഴ്ചയ്ക്കെതിരെ പോരാടിയ രേഖാപത്ര ഇന്ന് ബംഗാൾ നിയമസഭയുടെ പടവുകൾ കയറുന്നത് വെറുമൊരു MLA മാത്രമായിട്ടല്ല, അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ആത്മാഭിമാനത്തിന്റെ പ്രതീകം കൂടിയായിട്ടാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെയും കൂട്ടാളികളുടെയും പൈശാചികമായ ആക്രമണങ്ങൾക്കിരയായ സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ആ ധീര വനിത ഇന്ന് 5000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമ്പോൾ അത് മമതാ ബാനർജിയുടെ ഭരണകൂടത്തിനുള്ള കനത്ത പ്രഹരമാണ്. പതിറ്റാണ്ടുകളായി തൃണമൂൽ ഗുണ്ടകൾ കെട്ടിപ്പൊക്കിയ ഭയത്തിന്റെ മതിലുകൾ തകർത്തെറിഞ്ഞുകൊണ്ടാണ് രേഖാപത്ര നിയമസഭയിലേക്ക് നടന്നു കയറുന്നത്.
അധികാരത്തിന്റെ ഹുങ്കിൽ പാവപ്പെട്ടവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തവർക്ക് ജനങ്ങൾ ബാലറ്റിലൂടെ നൽകിയ ഈ പ്രഹരം വരാനിരിക്കുന്ന വലിയ മാറ്റത്തിന്റെ അടയാളം കൂടിയാണ്. ഇര എന്ന നിലയിൽ തന്നെ തളച്ചിടാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ പോരാളി എന്ന നിലയിൽ തിരിച്ചുവന്ന രേഖയുടെ ഈ വിജയം ഇന്ത്യൻ ജനാധിപത്യം സാധാരണക്കാരന് നൽകുന്ന പരമാധികാരത്തിന്റെ തെളിവാണ്. നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ഒരു സാധാരണ ഗ്രാമീണ സ്ത്രീയിൽ അർപ്പിച്ച ആത്മവിശ്വാസം ഇന്ന് ബംഗാളിലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതിയൊരു മാതൃകയായി മാറിയിരിക്കുന്നു. ഈ വിജയം മമതാ ബാനർജിയുടെ സർക്കാരിനും അവരുടെ ഗുണ്ടാപ്പടയ്ക്കുമുള്ള കൃത്യമായ മുന്നറിയിപ്പ് കൂടിയാണ്. ഭരണകൂടം കുറ്റവാളികൾക്ക് കുടപിടിക്കുമ്പോൾ ജനങ്ങൾ നീതിക്ക് കാവൽ നിൽക്കുമെന്ന് സന്ദേശ് ഖലി തെളിയിച്ചു കഴിഞ്ഞു. 5000-ലധികം വോട്ടുകളുടെ ഈ ഭൂരിപക്ഷം അടിച്ചമർത്തപ്പെട്ട ഓരോ അമ്മമാരുടെയും സഹോദരിമാരുടെയും നിശബ്ദമായ നിലവിളികൾക്ക് ലഭിച്ച അംഗീകാരം കൂടിയാണ്. സന്ദേശ് ഖലിലെ ഇടവഴിയിൽ നിന്ന് നിയമസഭയുടെ വിസ്തൃതമായ ഹാളിലേക്ക് രേഖാപത്രം എത്തുമ്പോൾ അവിടെ മുഴങ്ങാൻ പോകുന്നത് ബംഗാളിലെ ഓരോ സാധാരണക്കാരൻ്റെയും ശബ്ദമായിരിക്കും. ഭയത്തിന്റെ രാഷ്ട്രീയത്തിന് അറുതി വരുത്തിക്കൊണ്ട് മാറ്റത്തിന്റെ പുതുകാറ്റ് വിതയ്ക്കുന്ന ഈ ജനവിധി വരും കാലങ്ങളിൽ ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെടുമെന്നതിൽ സംശയമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിളിച്ച് താങ്കളാണ് BJPയുടെ സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ച നിമിഷം മുതൽ രേഖാപത്രയുടെ ജീവിതം ഒരു വിപ്ലവമായി മാറുകയായിരുന്നു. സന്ദേശ് ഖലിയിലെ ബലാത്സംഗത്തിനിരയായ ഒരു സാധാരണ ഗ്രാമീണ സ്ത്രീയെ ശക്തി സ്വരൂപ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന നരേന്ദ്രമോദിയുടെ തീരുമാനം ഇന്ന് ചരിത്രപരമായ വിജയമായി മാറിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുവെങ്കിലും തോൽവിയിൽ തളരാതെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ BJP നൽകിയ നിർദ്ദേശം രേഖ ശിരസാ വഹിച്ചു. ആ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് സന്ദേശ് ഖലി സാക്ഷ്യം വഹിക്കുന്ന ഈ ഉജ്ജ്വല വിജയം. ബംഗാളിലെ സ്ത്രീ സുരക്ഷയെയും ഭരണകൂട ഭീകരതയും കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കാണ് ഈ വിജയം തുടക്കമിടുന്നത്. അധികാരത്തിന്റെ ഹുങ്കിൽ പാവപ്പെട്ടവരുടെ അന്തസ്സ് ചോദ്യം ചെയ്തവർക്ക് ജനങ്ങൾ ബാലറ്റിലൂടെ നൽകിയ മറുപടി കൂടിയാണിത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ മുന്നേറ്റം നടത്താൻ രേഖാപത്രയുടെ വിജയം വലിയ കരുത്തു പകരുമെന്നതിൽ സംശയമില്ല. സന്ദേശ് ഖലിയിൽ നിന്ന് നിയമസഭയിലേക്കുള്ള രേഖയുടെ യാത്ര ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അതിജീവനത്തിന്റെ കഥയായി വരും തലമുറകൾക്ക് ആവേശം നൽകും. രാഷ്ട്രീയ ലാഭത്തിനപ്പുറം നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് എങ്ങനെ ആത്മവിശ്വാസം നൽകാമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നരേന്ദ്രമോദി രേഖാപത്രയ്ക്ക് നൽകിയ ആ ഫോൺ കോൾ. കേവലം ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നില്ല അത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ രാജ്യം നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന ഉറച്ച പ്രഖ്യാപനം കൂടിയായിരുന്നു. തോൽവിയിൽ തളരാതെ വീണ്ടും പോരാടാൻ രേഖയ്ക്ക് നിർദ്ദേശം നൽകിയ BJP നേതൃത്വത്തിന്റെ നിലപാടിന്ന് ബംഗാൾ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിമറിച്ചിരിക്കുന്നു. സന്ദേശ് ഖലിയിലെ ഓരോ അമ്മമാരുടെയും കണ്ണീരിന് നിയമസഭയിൽ ഇനി രേഖയിലൂടെ മറുപടി ലഭിച്ചുകൊണ്ടേയിരിക്കും. സന്ദേശ് ഖലിയിലെ കണ്ണലുകൾ ഇനി നിയമസഭയിൽ ആളിക്കത്തും. അത് ബംഗാളിലെ അഴിമതിയുടെയും അക്രമത്തിന്റെയും കോട്ടകളെ ചാമ്പലാക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.